പുൽക്കൂട് നശിപ്പിച്ചതും പ്രധാനമന്ത്രിയുടെ സന്ദർശനവും തമ്മിൽ ബന്ധമില്ലെന്ന് CBCI ഡെപ്യൂട്ടി സെക്രട്ടറി മാത്യു കോയിക്കൽ 24നോട്. ആര് പുൽക്കൂട് നശിപ്പിച്ചു എന്ന് തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യൂഹാനോൻ മാർ മിലേത്തിയോസ് പറയുന്നില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. CBCIയുടെ ആശങ്കകൾ അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും മാത്യു കോയിക്കൽ 24നോട് പറഞ്ഞു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ കാത്തലിക് സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇൻവൈറ്റ് ചെയ്തതും അദ്ദേഹം ക്ഷണം സദയം സ്വീകരിച്ച് ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യവും CBCIയുടെ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഒന്ന്, അവിടെ ആര് പുൽക്കൂട് നശിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ല. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇപ്പോൾ യൂഹാനോൻ മാർ മിലേത്തിയോസ് നമ്മളോട് സംസാരിക്കുമ്പോൾ പുൽക്കൂട് നശിപ്പിച്ചത് മാത്രമല്ല, മണിപ്പൂരിലെ ഉൾപ്പെടെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. അത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും മറുവശത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിലൊക്കെ എന്താണ് മറുപടി CBCIയുടെ? അനുജ, CBCI ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് ഈ നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി CBCIയുടെ ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തതിൽ വിവാദങ്ങളുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് നരേന്ദ്രമോദിയെ ക്രിസ്മസ് ആഘോഷ ചടങ്ങിനായി ക്ഷണിച്ചത്. അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ആശംസാ സന്ദേശത്തിലും സഭയ്ക്ക് സന്തുഷ്ടിയുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലല്ല അത്തരത്തിൽ ക്ഷണിച്ചിരിക്കുന്നത്. സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിബദ്ധത സഭയ്ക്ക് ഇല്ല എന്ന് തന്നെയാണ് CBCI ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. സഭയ്ക്ക് രാഷ്ട്രീയമില്ല, എന്നാൽ അധികാരത്തെ എന്നും അംഗീകരിക്കുന്നവരാണ് സഭ. അധികാരത്തിൻ്റെ ഭാഗത്തു നിന്നും അതേസമയം അനീതി ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കുന്നതിനും സഭയ്ക്ക് മറുപടിയില്ല. അതിനെതിരെ ശബ്ദിക്കും. ആർക്കും അടിമകളല്ല സഭ എന്നും CBCI വ്യക്തമാക്കുന്നുണ്ട്. അധികാരികളുടെ ഭാഗത്തു നിന്നും സമൂഹത്തിനും ഭരണഘടനയ്ക്കുമെതിരായി സത്യത്തിനും നീതിക്കും നിരക്കാത്ത നടപടികൾ ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ തന്നെ അധ്യക്ഷ പ്രസംഗത്തിൽ CBCI അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തിൽ ഈ വിഷയങ്ങൾ, അക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നും CBCI വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുൽക്കൂട് നശിപ്പിച്ചതും അക്രമ സംഭവങ്ങളും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്നും രണ്ടും രണ്ടാണ്. ഈ അക്രമങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് യഥാസമയം തന്നെ അധികാരികൾക്ക് മുന്നിൽ എത്തിക്കുകയും നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും മുൻപും ചെയ്തിട്ടുണ്ട് സഭ എന്നുമാണ് CBCI ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. CBCI ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പ്രതികരണത്തിന്റെ വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.